ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺജങ്ഷൻ ഓഫ് റീസൺ ആൻഡ് റിസൾട്ട് ആണ് കേട്ടോ. കൺജങ്ഷൻ ഓഫ് റീസൺ ആൻഡ് റിസൾട്ട്. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം, റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം. അപ്പോൾ കൺജങ്ഷൻ തന്നെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദോ, ഓൾ ദോ, അതുപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ഞാൻ അതിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു സെന്റൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കിയതിന് ശേഷം ഞാൻ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. അതിന് ശേഷം നമുക്ക് PYQ നോക്കാം. PYQ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് നോക്കാം. ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ് വി മേ മിസ് ദ ട്രെയിൻ. എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ട്രെയിൻ മിസ് ചെയ്യാം അല്ലെ, വി മേ മിസ് ദ ട്രെയിൻ. ഈ കൊടുത്തിട്ടുള്ള സെന്റൻസിനകത്ത് ഒരു റീസൺ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റിസൾട്ടും ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? ലേറ്റ് ആയതുകൊണ്ട് അല്ലെ, ലേറ്റ് ആയതുകൊണ്ട്. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ആസ് ഇറ്റ് ഇസ് ഓൾറെഡി ലേറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. റീസൺ എന്താണ്? ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ അതിന്റെ റിസൾട്ട് എന്താ? ഞങ്ങൾ ട്രെയിൻ മിസ് ചെയ്യും. അതല്ലേ ഇവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ റീസൺ എന്താണ്, റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കേണ്ടത് ഈ റീസൺ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ് ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ, അതുപോലെ തന്നെ ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓയിങ് ടു, ആസ് എ റിസൾട്ട് ഓഫ്. ഇവിടെ വരെ കേട്ടോ റീസൺ പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഈ 4 നോക്കാം. ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ. ഈ ബിക്കോസ്, ആസ്, സിൻസ്, ഫോറിന് ശേഷം എപ്പോഴും ഒരു സബ്ജക്റ്റും ഉണ്ടാവും, അതിനുശേഷം ഒരു വെർബും ഉണ്ടാവും. അതായത് ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു ഡാഷ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഈ പറഞ്ഞിട്ടുള്ള ബിക്കോസോ, ആസോ, സിൻസോ, ഫോർ ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ അടുത്ത 4 നോക്കിയേ. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓയിങ് ടു, ആസ് എ റിസൾട്ട് ഓഫ്. ഈ കൊടുത്തിട്ടുള്ള 4 അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നൗൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇതേ ഒരു ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ കിട്ടുന്നുണ്ടോ? എന്തായിരുന്നു? ഡാഷിന് ശേഷം സബ്ജക്റ്റ്, വെർബ്, അതായത് ഒരു ക്ലോസ് വരാണെങ്കിൽ, സബ്ജക്റ്റ്, വെർബ് വരാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് യൂസ് ചെയ്യും. ഇനി ഡാഷിന് ശേഷം ഒരു നൗൺ രീതിയിലാണ്, അതായത് ക്രിയ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒരു നൗൺ മാത്രമാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഓൾദോ അല്ലെങ്കിൽ ദോ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഇത് ക്ലിയർ ആയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ഡാഷ് ദ ചെയർമാൻ വാസ് ഇൽ. ഓക്കെ, ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ഡാഷ് ദി ചെയർമാൻ വാസ് ഇൽ. ഇവിടെ ഏതാ വരിക? ബിക്കോസ് ആണോ, ബിക്കോസ് ഓഫ് ആണോ, സോ ആണോ, ദെർഫോർ ആണോ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ഐഡന്റിഫൈ ചെയ്യണ്ടേ? ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ഏതാ റീസൺ എന്ന് പറയുന്നത്? ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ദ ചെയർമാൻ വാസ് ഇൽ. ചെയർമാന് വയ്യാത്തത് കൊണ്ട്. അപ്പൊ ഇതാണ് റീസൺ അല്ലെ, ഇതാണ് റീസൺ. ചെയർമാന് വയ്യാത്തത് കൊണ്ട് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള റിസൾട്ട് എന്ന് പറയുന്നത്, റിസൾട്ട്. ഓക്കെ, ഇനി ഈ ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ആണ് വരുന്നതെങ്കിൽ, കണ്ടോ, റീസൺ ആണ് വരുന്നതെങ്കിൽ, ഡാഷിന് ശേഷം റീസൺ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെയാ? അതെ, ഇവിടെ വരെയുള്ള ആൾക്കാർ. ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓയിങ് ടു, ആസ് എ റിസൾട്ട് ഓഫ്. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് ഉണ്ട്, ഓക്കെ, നമുക്കത് പരിഗണിക്കാം. ബിക്കോസ് ഓഫ് ഉണ്ട്, അതും പരിഗണിക്കാം. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് റിസൾട്ടിന്റെ കേസ് വരുമ്പോഴാണ്, അപ്പൊ സോ പറ്റില്ല. അതുപോലെ തന്നെ ദെയർഫോർ നമ്മൾ റിസൾട്ട് പറയുമ്പോഴാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇത് രണ്ടും പറ്റില്ല കേട്ടോ. അപ്പൊ ഒന്നല്ലെങ്കിൽ ബിക്കോസ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക? ഇനി ഇവിടെ നോക്കിയേ, ഈ ഡാഷിന് ശേഷം ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വെർബും ഉണ്ട് അല്ലെ. ബിക്കോസ് ഓഫ് ആണെങ്കിൽ അതിന് ശേഷം ഒരു നൗൺ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ബിക്കോസ് ഓഫിന് ശേഷം നൗൺ അല്ല, കാരണം സബ്ജക്റ്റും വെർബും ഉള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താണ്? ബിക്കോസ് ആണ്. മനസ്സിലായോ? ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ബിക്കോസ് ദ ചെയർമാൻ വാസ് ഇൽ. അടുത്ത ചോദ്യം നോക്കാം. ദ മാച്ച് വാസ് ക്യാൻസൽഡ് ഡാഷ് ബാഡ് വെതർ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഏതാണ് റിസൾട്ട്, ഏതാണ് റീസൺ എന്നുള്ളത് നോക്കാം. മാച്ച് വാസ് ക്യാൻസൽഡ്, മാച്ച് ക്യാൻസൽ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാ? ബാഡ് വെതർ ആയതുകൊണ്ട്, മോശമായിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് ഇതിന്റെ റീസൺ. ഏതാ റിസൾട്ട്? ഇതാണ് റിസൾട്ട്. മാച്ച് ക്യാൻസൽ ചെയ്യപ്പെട്ടു, ഇതാണ് റിസൾട്ട്. ഇനി ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ഉള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് ഉണ്ട്, ഓക്കെ, അപ്പൊ റീസൺ എന്ന് പറയുമ്പോൾ ബിക്കോസ് ഉണ്ട്, ബിക്കോസ് ഓഫ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് പരിഗണിക്കാം. പിന്നെ ഏതാ ഉള്ളത്? സോയുണ്ട്, ദെയർഫോറും ഉണ്ട്. സോയും ദെയർഫോറും നമുക്ക് പറ്റില്ല, കാരണം അത് രണ്ടും റിസൾട്ടിന്റെ കേസിൽ വരുന്നതാണ്. ഇവിടെ നമുക്ക് റീസൺ അല്ല, റീസണിന് മുമ്പാണ് നമുക്ക് ഡാഷ് വന്നിട്ടുള്ളത്. ഇനി ബിക്കോസ് ആണോ ബിക്കോസ് ഓഫ് ആണോ?
എങ്ങനെയാ കണ്ടുപിടിക്കുക? ബിക്കോസ് ആണെങ്കിൽ അതിനുശേഷം എന്ത് വേണം? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ഒരു സബ്ജക്റ്റും വേണം, അതുപോലെ തന്നെ ഒരു ക്രിയയും വേണം. ഇവിടെ സബ്ജക്റ്റും ക്രിയ ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ക്രിയ ഉണ്ടോ? ബാഡ് വെതർ എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ക്രിയ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബിക്കോസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ആൻസർ ബിക്കോസ് ഓഫ് ആണ്. കാരണം ബിക്കോസ് ഓഫിന് ശേഷം എന്താ ഉള്ളത്? നൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ബാഡ് വെതർ, മോശമായിട്ടുള്ള കാലാവസ്ഥ. കിട്ടിയോ? സോ ദ മാച്ച് വാസ് ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ബാഡ് വെതർ. അടുത്ത ചോദ്യം നോക്കാം. ദ എക്സാം വാസ് കമ്പാരിറ്റീവ്ലി ഈസി ഫോർ മീ ഡാഷ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു സെന്റൻസ് കിട്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? അതിന്റെ റിസൾട്ടും റീസണും കണ്ടുപിടിക്കണം. അപ്പൊ എക്സാം എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. എന്തുകൊണ്ടാ? ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട്, അല്ലെ? അപ്പൊ റീസൺ എന്താ? ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട്. കിട്ടിയല്ലോ, ഇതാണ് റീസൺ. ഇതാണ് റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇതേപോലെ റീസൺ പറയുന്ന കേസിൽ നമ്മൾ ഏതൊക്കെ കൺജങ്ഷൻ അവിടെ പരിഗണിക്കണ്ടേ? ഈ കൊടുത്തിട്ടുള്ള ആൾക്കാരെ വേണം പരിഗണിക്കാൻ. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആഫ്റ്റർ പറ്റില്ല, ആസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പരിഗണിക്കാം. ഇഫ് വേണ്ട, അതേപോലെ തന്നെ ദോയും യൂസ് ചെയ്യില്ല, അല്ലെ? റീസന്റെ കേസിൽ നമ്മൾ ദോയും യൂസ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ആൻസർ ആസ് ആണ്. ദ എക്സാം വാസ് കമ്പാരിറ്റീവ്ലി ഈസി ഫോർ മീ ആസ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ. മനസ്സിലായോ? അടുത്ത ചോദ്യം, വി വർ ലേറ്റ് ഡാഷ് ഇറ്റ് റെയിൻഡ്. അപ്പം ഞങ്ങൾ ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വി വർ ലേറ്റ് ഡാഷ് ഇറ്റ് റെയിൻഡ്. അപ്പൊ പറഞ്ഞോളൂ, ഏതാണ് റിസൾട്ട്, ഏതാണ് റീസൺ? വി വർ ലേറ്റ്, ഇതാണ് ഇവിടുത്തെ റിസൾട്ട്, അല്ല? ഞങ്ങൾ ലേറ്റ് ആയി. എന്താ കാരണം? മഴ പെയ്തത് കൊണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള കാരണം. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡാഷിന് ശേഷമാണ് റീസൺ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഏതൊക്കെയാ വരിക? ബിക്കോസ്, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും വരിക. അപ്പൊ ബിക്കോസ് നമുക്ക് പരിഗണിക്കാം, ബിക്കോസ് ഓഫ് പരിഗണിക്കാം. ഓക്കെ, അതേപോലെ തന്നെ സോയും ദെയർഫോറും പറ്റില്ല, കാരണം റിസൾട്ട് പറയുമ്പോഴാണ്, അല്ലെ? ഓക്കെ, ഇനി ഇതിനകത്ത് ബിക്കോസ് ആണോ ബിക്കോസ് ഓഫ് ആണോ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയേ, ഡാഷിന് ശേഷം ഒരു സബ്ജക്റ്റും ഉണ്ട്, അതിന് ശേഷം ഒരു ക്രിയ ഉണ്ട്, വെർബും ഉണ്ട്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റും വെർബും വരികയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബിക്കോസ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെ? ബിക്കോസ് ആണ് യൂസ് ചെയ്യുക. സോ നമ്മുടെ ആൻസർ ബിക്കോസ്. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് വാസ് ദി പീക്ക് അവർ ഓഫ് ദി ഡേ ഡാഷ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദി ബസ്. ഓക്കെ, അപ്പൊ അവന് ബസ്സിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാ? ഏറ്റവും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സമയമായതുകൊണ്ട്, ആ ദിവസത്തെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ അവന് ബസ്സിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഇനി പറഞ്ഞോളൂ, ഇതിനകത്തുള്ള റിസൾട്ട് ഏതാ? ഈ കൊടുത്തിട്ടുള്ളതാണ് റിസൾട്ട്, അല്ലെ? അവന് നിൽക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ റിസൾട്ട്. റീസൺ എന്താ? ആ ദിവസത്തെ ഏറ്റവും പീക്ക് അവർ ആയതുകൊണ്ട്. അപ്പൊ റീസൺ കിട്ടിയല്ലോ. ഇനി നോക്കുക, ഡാഷിന് ശേഷം റിസൾട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ഏതൊക്കെയായിരിക്കും? സോ അല്ലെങ്കിൽ ദെയർഫോർ ആയിരിക്കും, അല്ലെ? ഇനി ഇവിടെയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. യെറ്റ് പറ്റോ? ഇല്ല, യെറ്റ് പറ്റില്ല. കാരണം കോൺട്രഡിക്ഷൻ പറയുന്ന കേസുകളിലാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. ബട്ട് യൂസ് ചെയ്യാൻ പറ്റോ? പക്ഷേ എന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് വാസ് ദി പീക്ക് അവർ ഓഫ് ദി ഡേ, പക്ഷേ അവന് ബസ്സിൽ സ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അതും തെറ്റാണ്. അടുത്തത് ബിക്കോസ്, ബിക്കോസ് അല്ലെങ്കിൽ സോ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, നമ്മുടെ ഡാഷിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള റിസൾട്ട് ആണ്. റിസൾട്ട് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത് സോ തന്നെയായിരിക്കും, അല്ലെ? സോ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ ഹി കുഡ് നോട്ട് അറ്റൻഡ് ദി ക്ലാസ്. ഓക്കെ, ഈ ഒരു സെന്റൻസ് നോക്കിയിട്ട് പറഞ്ഞേ, ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട്? ഡാഷ് ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ, അല്ലെ? പനി കാരണം അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്ത് കാരണം? പനി കാരണം. അപ്പൊ റീസൺ എന്തായിരിക്കും? ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ. ഇതാണ് ഇവിടുത്തെ റീസൺ. ഇനി ഇതിന്റെ റിസൾട്ട് എന്താ? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ റിസൾട്ട് ഏതാണ്? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഏതൊക്കെയാ? ഈ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് ശരിയാണ്, നമുക്ക് പരിഗണിക്കാം. ആസ് നമുക്ക് പരിഗണിക്കാം. വൈയും ഫോറും അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ഇനി ഒന്നല്ലെങ്കിൽ ബിക്കോസ് അല്ലെങ്കിൽ ആസ്. ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, റിസൾട്ടിനാണ്, ഫലത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ആസ് ആയിരിക്കും. ഏതാണ്? ആസ് ആയിരിക്കും. അതേസമയം റീസൺ, കാരണത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ബിക്കോസ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, റിസൾട്ടിനാണെങ്കിൽ ആസും, റീസൺ ആണെങ്കിൽ ബിക്കോസും. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഡാഷ് ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ ഹി കുഡ് നോട്ട് അറ്റൻഡ് ദി ക്ലാസ്. അപ്പൊ ഇവിടെ ഏതിനാ ഇമ്പോർട്ടൻസ്? അവന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെ? അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിനല്ലേ ഇമ്പോർട്ടൻസ്, കാരണം അവന് ഫീവർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? ആസ് ആണ് വരിക.
മനസ്സിലായോ? ആസ് ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ ഹി കുഡ് നോട്ട് അറ്റൻഡ് ദി ക്ലാസ്. അതേസമയം റീസൺ ആയിരുന്നു എങ്കിൽ, റീസൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ബിക്കോസ് ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. രവി വാസ് ഇൻ അറ്റൻറ്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡന്റ്. ഇതിനകത്ത് ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട്? ഏതാ റിസൾട്ട്? അവന് കാർ ആക്സിഡന്റ് വന്നു, ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. എന്താ റീസൺ? അവൻ ഇൻ അറ്റൻറ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഡാഷിന് ശേഷം റിസൾട്ട് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയായിരിക്കും? സോ അല്ലെങ്കിൽ therefore ആയിരിക്കും. നമുക്കിവിടെ നോക്കാം, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് പറ്റില്ല, സോ ഉണ്ട്, ഡ്യൂ ടു പറ്റില്ല, കാരണം ഇതൊക്കെ റീസണിന്റെ കേസിലാണ് വരുന്നത്. ഈവൻ ദോയും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആൻസർ സോ. രവി വാസ് ഇൻഅറ്റൻറ്റീവ് സോ ഹി ഹാഡ് എ കാർ ആക്സിഡന്റ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഹെവി റെയിൻഫോൾ ഫ്യൂ സ്റ്റുഡൻസ് കെയിം ടു ദി ക്ലാസ്. അതായത് ഭയങ്കര മഴയായതുകൊണ്ട് സ്റ്റുഡൻസ് ആരും ക്ലാസ്സിൽ വന്നില്ല. ഫ്യൂ സ്റ്റുഡൻസ് ആണ് കേട്ടോ. എ ഫ്യൂ എന്ന് പറഞ്ഞാലാണ് കുറച്ചുണ്ട് എന്നുള്ളൊരു മീനിങ്. ഫ്യൂ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിസൾട്ട് എന്താ? ഇതാണ് ഇവിടുത്തെ റിസൾട്ട് അല്ലെ. ആരും ക്ലാസ്സിൽ വന്നില്ല. എന്താ റീസൺ? നല്ല മഴയായതുകൊണ്ട്, ഹെവി റെയിൻഫോൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. ഇനി ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ്. ഇനി അപ്പൊ നമുക്ക് ഏതൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും? സോ പറ്റോ? ഇല്ല, കാരണം സോ നമ്മൾ റിസൾട്ട് അതിന്റെ കേസിലാണ് യൂസ് ചെയ്യുക. അപ്പൊ സോ പറ്റില്ല. പിന്നെ ബിക്കോസ് നമുക്ക് പരിഗണിക്കാം, ഡ്യൂ ടു പരിഗണിക്കാം, അതേപോലെ തന്നെ ആസും പരിഗണിക്കാം. നമുക്ക് 3 ഓപ്ഷൻസ് വരികയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക? ഇവിടെ നോക്കുക. ഡാഷ് ഹെവി റെയിൻഫോൾ, ഡാഷ് ഹെവി റെയിൻഫോൾ. ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മഴ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലെ. അല്ലാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ക്രിയ രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്, ഭയങ്കര മഴ എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡാഷിന് ശേഷം ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഒരു നൗൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ബിക്കോസ് പറ്റോ? ഇല്ല, കാരണം ബിക്കോസ് ആയിരുന്നു എങ്കിൽ ഒരു സബ്ജക്റ്റും അതിനുശേഷം ഒരു ക്രിയ വരണമായിരുന്നു. ഇവിടെ മഴയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്രിയ അല്ല, എന്താണ്? നൗൺ ആണ്. അപ്പൊ നൗൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡ്യൂ ടു ആണ് കേട്ടോ. ഡ്യൂ ടു ആണ്. ഓക്കെ, കിട്ടിയോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് വി വർ വെരി ബിസി വിത്ത് റിഹേഴ്സൽ വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു. ഒന്ന് പറഞ്ഞേ, ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട്? ഓക്കെ, അപ്പൊ ഞങ്ങൾ നല്ല ബിസി ആയിരുന്നതുകൊണ്ട്, റിഹേഴ്സൽ ഭയങ്കര ബിസി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അല്ലെ. ഇതാണ് ഇവിടുത്തെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഞങ്ങൾക്ക് നിന്നെ മീറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എന്തുകൊണ്ടാ? കാരണം ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു അല്ലെ, റിഹേഴ്സൽ ഭയങ്കര ബിസി ആയിരുന്നു. ഇതാണ് റീസൺ. ഇനി എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുക? ഡാഷിന് ശേഷം ഇവിടെ എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ ഒക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. സോയും therefore ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതും യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോ ഞാനെടുത്ത് മാറ്റാണ്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോ, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഒന്നല്ലെങ്കിൽ ആസ് അല്ലെങ്കിൽ ബിക്കോസ്. ആസ് അല്ലെങ്കിൽ ബിക്കോസ് ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ആസും ബിക്കോസും നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിനകത്തുനിന്ന് നമ്മളിങ്ങനെ ആൻസറിലേക്ക് എത്തുക. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ഏതായിരിക്കും? ആസ് ആയിരിക്കും. അതേസമയം റീസൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ഏതായിരിക്കും? ബിക്കോസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ഏതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്? നിന്നെ മീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അല്ലെ, അതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം ഞങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്ന് പറയുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കൺജങ്ഷൻ ഏതാ? ആസ് ആണ്. ഇനി ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 എക്സാമ്പിളും കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആസ് വെച്ചിട്ടുള്ള 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ് വി മേ മിസ് ദ ട്രെയിൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതാണ് റിസൾട്ട്, ഇതാണ് റീസൺ. അപ്പൊ സപ്പോസ് ഇവിടെ ഡാഷ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? ഒന്നല്ലെങ്കിൽ ബിക്കോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആസ്. നമ്മളിപ്പോ ബിക്കോസും ആസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഏതിനാണ് ഇമ്പോർട്ടൻസ്? നമ്മൾ ട്രെയിൻ മിസ് ചെയ്യണതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ലേറ്റ് ആയി എന്നാലും നമ്മൾ ട്രെയിൻ മിസ് ചെയ്യും. അപ്പൊ ഈ ട്രെയിൻ മിസ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിസൾട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഏതാ യൂസ് ചെയ്യുക? ആസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ആസ് എവ്രി വൺ ഓൾറെഡി നോസ് ഈച്ച് അതർ ദർ ഇസ് നോ നീഡ് ഫോർ ഇൻട്രൊഡക്ഷൻ. ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഏതാണ് റിസൾട്ട്, ഏതാണ് റീസൺ എന്നുള്ളത്? ദർ ഇസ് നോ നീഡ് ഫോർ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് റീസൺ. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ ഒരു ഡാഷ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം.
ഈ ഡാഷിന് ശേഷം വന്നിട്ടുള്ളത് റീസൺ ആണ്. അപ്പൊ റീസൺ ആണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ആസ് അല്ലെങ്കിൽ ബിക്കോസ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ. ഇനി ആസ് ആണോ ബിക്കോസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാ? ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, അതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം, അതുകൊണ്ട് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഇൻട്രൊഡക്ഷന് ആവശ്യമില്ല എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ആസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നലെ എനിക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, കാരണം ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രപ്പോസിഷന്റെ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഈ ഒരു ടോപ്പിക്കും പ്രപ്പോസിഷനും ഇരുന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് നോക്കാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നാളെ കാണാം.